ജിഞ്ചർ ഹബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് പുഡിംഗ് ആണ്. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഈ ഈസി ഓറഞ്ച് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഓറഞ്ച് പുഡിംഗ് ഞാനിവിടെ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ലെയർ ഓറഞ്ചും രണ്ടാമത്തെ ലെയർ പാലുമാണ്. ആദ്യത്തെ ലെയർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് വേണം. എൻ്റെ കയ്യിലൊരു ജ്യൂസറുണ്ട്, അപ്പോൾ ഞാൻ അതിലേക്ക് ഓറഞ്ച് എല്ലാം ഇട്ട് ജ്യൂസ് എടുക്കുവാണ്. ജ്യൂസർ ഇല്ലാത്തവർ കൈ കൊണ്ട് പിഴിഞ്ഞാലും മതി, പക്ഷേ ഒരിക്കലും മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കരുത്. മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. എനിക്കിപ്പോൾ ഒരു 250 ml ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. അതിനുശേഷം പഞ്ചസാര ഒരു 5 ടീസ്പൂൺ ചേർക്കുക. കട്ടകളില്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യുക. ഇതിലേക്ക് ഒരു 3 തുള്ളി ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുക. കോൺഫ്ലവർ ചേർത്തത് കാരണം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നല്ലപോലെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇനി പുഡിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇനി അടുത്ത് മിൽക്ക് ലെയർ ഉണ്ടാക്കാം. അതുണ്ടാക്കാനായിട്ട് 250 ml പാലെടുക്കുക. ഓറഞ്ച് ലെയറിൽ ആഡ് ചെയ്ത പോലെ തന്നെ 3 ടീസ്പൂൺ കോൺഫ്ലവറും 5 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും 2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലപോലെ കട്ട പിടിക്കും. അങ്ങനെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ പുഡിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല. ഇനി മിൽക്ക് ലെയർ ഓറഞ്ച് ലെയറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കും. ഇപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പുഡിംഗ് സ്പാച്ചുല വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്ത് ഇടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഓറഞ്ച് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, 2 ലെയറും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.